പരമാവധി ഒരു സർക്കാർ ജോലിയൊക്കെ കിട്ടിയ വലിയ കാര്യം. ഇതിനപ്പുറത്തേക്കൊരു ഇമാജിനേഷൻ, ഇതിനപ്പുറത്തേക്കൊരു ചിന്ത എൻ്റെ ഉള്ളിൽ ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഡിഫ്ലീറ്റഡ് പേഴ്സണാലിറ്റി ഉള്ള ഒരാൾക്ക് അത് മാറാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ. അപ്പോൾ മൈലേജ് സ്റ്റീൽ ബിസിനസ് വന്നപ്പോഴും എൻ്റെ ഏറ്റവും വലിയൊരു മൈൻഡ് ബ്ലോക്ക്, ഡയറക്ട് സെല്ലിംഗിലെ എൻ്റെ ഏറ്റവും തുടക്കത്തിലെ ഞാൻ കൺവേർഷൻ എന്ന് പറഞ്ഞാൽ ഈ ഡിഫ്ലീറ്റഡ് പേഴ്സണാലിറ്റിയിൽ നിന്നും ഒരു റിയൽ പേഴ്സണാലിറ്റിയിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് നമ്മുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും നന്നായി തിരിച്ചറിയുന്ന ഒരു സമയത്തേക്ക് എത്താനായിട്ടുള്ള ഒരു കൺവേർഷൻ ഉള്ള സമയം ഞാൻ കുറച്ചധികം എടുത്തു എന്നതാണ് വസ്തുത. എപ്പോൾ അങ്ങനെ മാറാൻ കഴിഞ്ഞു അപ്പം മുതലാണ് സത്യത്തിൽ നമ്മുടെ സക്സസ് ആരംഭിക്കുന്നത്. അപ്പോൾ ഈ ആദ്യം പറഞ്ഞ 2 പേഴ്സണാലിറ്റി നിന്നും മൂന്നാമത്തതെന്നാണ് റിയൽ പേഴ്സണാലിറ്റി, യാഥാർത്ഥ്യത്തിലുള്ള വ്യക്തിത്വം, യഥാർത്ഥത്തിൽ ഞാൻ ആരാണ് എന്ന് തിരിച്ചറിയുക. എന്താണ് യഥാർത്ഥത്തിൽ ഞാൻ ആരാണ് എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നതെങ്കിൽ ഞാൻ ഇന്ന വീട്ടിലെ ഇന്ന ആളുടെ ഇന്ന സാഹചര്യത്തിൽ വന്ന ആളാണ് എന്ന് ചിന്തിക്കലല്ല. റിയൽ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പുറകോട്ട് പോകണം, അല്ലെങ്കിൽ ഞാൻ പുറകോട്ട് പോയപ്പോൾ ഞാൻ ആക്ച്വലി ആരാണ്, എന്നെ എനിക്ക് തിരിച്ചറിയാൻ കഴിയുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഇന്നർ പൊട്ടൻഷ്യൽ, ഞാൻ ഇപ്പോൾ ആയിരിക്കുന്ന ഇന്നയാളുടെ മോൻ ഇന്ന സാഹചര്യത്തിൽ വന്ന ഇന്നയാള് എന്നുള്ളതല്ല. ആസ് എ ഹ്യൂമൻ ബീയിങ്, ജന്മം കൊണ്ട് ഞാനും നിങ്ങളും നമ്മളും എല്ലാവരും എത്രത്തോളം പൊട്ടൻഷ്യാലിറ്റി ഉള്ള സാധ്യതയുള്ള ഒരാളാണ് എന്നും, എൻ്റെ പരിമിതികളല്ല എൻ്റെ സാധ്യതകളെയാണ് ഞാൻ കാണേണ്ടതെന്നും എന്ന് തിരിച്ചറിയുന്ന ഒരു സാഹചര്യം. റിയൽ പേഴ്സണാലിറ്റി അവിടെ പുറമെ കാണുന്ന കാര്യങ്ങളല്ല. നല്ല മേക്കപ്പ് ഒക്കെ ഇട്ട് നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് വരുന്ന ഒരാളാകണമെന്നില്ല. അങ്ങനെയൊക്കെ ഉള്ള ആളെ നമുക്ക് ഇൻഫ്ലേറ്റഡ് പേഴ്സണാലിറ്റി എന്ന് വിളിക്കാം. നല്ല വസ്ത്രങ്ങൾ ധരിച്ച് നല്ല മേക്കപ്പ് ധരിച്ച് എല്ലാവരും ഇൻഫ്ലേറ്റഡ് പേഴ്സണാലിറ്റി എന്നല്ല ഞാൻ അർത്ഥമാക്കിയിരിക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചത് ഇത്രയേ ഉള്ളൂ. ഒരാൾ റിയൽ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ നല്ല വസ്ത്രങ്ങളും നല്ല മേക്കപ്പ് ഒക്കെ ഇട്ട ഒരാൾ റിയൽ പേഴ്സണാലിറ്റി അല്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ചത് യഥാർത്ഥത്തിൽ നമ്മുടെ മനോഭാവത്തിലും നമ്മൾ എന്തൊക്കെയോ ആണ് എന്ന് ചിന്തിച്ച് അതിനെ പെരുപ്പിക്കാനായി നമ്മൾ കാണിക്കുന്ന കോപ്രായങ്ങളെക്കാൾ ഉപരി റിയൽ പേഴ്സണാലിറ്റി എന്നത് കൊണ്ട് ഞാൻ പറയുന്ന വാക്കുകൾ ഉദാഹരണത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അത് അങ്ങനെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. റിയൽ പേഴ്സണാലിറ്റി എന്നത് യഥാർത്ഥത്തിലുള്ള നമ്മുടെ വ്യക്തിത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മഹാത്മാഗാന്ധി നമുക്കറിയാം, അദ്ദേഹത്തിന്റെ വസ്ത്രം എന്താണ്? കേവലം ഒരു തുണിക്കഷ്ണം, എന്താ പറയാ, ഒരു ചെറിയ വസ്ത്രം, വസ്ത്രധാരിയായ അർത്ഥനഗ്നനായ മനുഷ്യൻ. അദ്ദേഹത്തിന്റെ അപകർഷതാബോധത്തിലൂന്നിയല്ല അദ്ദേഹത്തിന്റെ പ്രവർത്തനം നടന്നത്. എൻ്റെ വസ്ത്രം അല്പമേ ഉള്ളൂ എന്ന് ചിന്തിച്ച് അപകർഷതാബോധത്തിലല്ല അദ്ദേഹം ജീവിതം കഴിച്ചത്. അദ്ദേഹത്തിന്റെ സാധ്യതകളെയാണ് കണ്ടത്. രാജ്യം മുഴുവൻ അദ്ദേഹം നയിച്ച സമര പരമ്പരകളുടെ പ്രതിഫലനമാണ്, അല്ലെങ്കിൽ അതിന്റെ ആകെ തുകയാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം എന്ന് നമുക്ക് പറയാം. രാഷ്ട്രപിതാവ് എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുമ്പോൾ അദ്ദേഹം ആലങ്കാരികമായ, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ എന്താ പറയാ, അദ്ദേഹത്തിന്റെ ഊതിവീർപ്പിക്കപ്പെട്ട ഒരു പർട്ടിക്കുലർ പേഴ്സണാലിറ്റി അല്ലായിരുന്നു മഹാത്മാഗാന്ധി. വസ്ത്രം കൊണ്ട് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. വസ്ത്രം അല്ലെങ്കിൽ ധരിക്കുന്ന വേഷം ഒക്കെയാണ് ഒരാളുടെ പേഴ്സണാലിറ്റി എങ്കിൽ ഒരിക്കലും മഹാത്മാഗാന്ധിയെ പോലെയുള്ള ഒരു ലോക നേതാവ് നമുക്കുണ്ടാകില്ലായിരുന്നു എന്നതാണ്. അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ആശയം, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്, അദ്ദേഹത്തിന്റെ കമ്മിറ്റ്മെന്റ്, അദ്ദേഹത്തിന്റെ പ്രവൃത്തി, അദ്ദേഹത്തിന്റെ പ്രയത്നം, അദ്ദേഹത്തിന്റെ സ്ഥൈര്യത, അദ്ദേഹത്തിന്റെ ധൈര്യം, അദ്ദേഹത്തിന്റെ ഇതൊക്കെയാണ് സത്യത്തിൽ അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി. നമ്മൾ ഒരാളുടെ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ അയാളുടെ മുഖത്തിൽ, അയാളുടെ നിറത്തിൽ, അയാളുടെ വസ്ത്രത്തിൽ, അയാളുടെ വാക്കുകളിൽ ഒക്കെ ആണ് എങ്കിൽ ഈ പറഞ്ഞത് തെറ്റാണ്. മറിച്ച് പേഴ്സണാലിറ്റി ഇരിക്കുന്നത് ഇതിലൊന്നുമല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ റിയൽ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ നീ നിന്റെ സ്വത്വത്തെ തിരിച്ചറിയുക, നിന്റെ സാധ്യതയെ തിരിച്ചറിയുക, നിന്റെ ഉള്ളിലുള്ള വലിയ കഴിവിനെ തിരിച്ചറിയുക, നിന്റെ പരിമിതികളെക്കാൾ നിന്റെ സാധ്യതകളെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക എന്നതാണ്. അപ്പൊ ആ റിയൽ പേഴ്സണാലിറ്റിയിലുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ആദ്യം ഉണരുന്നത് അവരുടെ മനസ്സായിരിക്കും. ആദ്യം ഉണരുന്നത്. സ്വാഭാവികമായിട്ടും അവരുടെ പ്രവർത്തനങ്ങളും ഞാൻ ആദ്യമേ പറഞ്ഞു, നല്ല ശരിയായ ചിന്ത, ശരിയായ പ്രവൃത്തി, ശരിയായ വാക്കുകൾ, ശരിയായ ശീലങ്ങൾ, ശരിയായ പെരുമാറ്റം, ശരിയായ സ്വഭാവം, ശരിയായ വിധി. വീണ്ടും കൂടുതൽ ശരിയായ ചിന്ത, കൂടുതൽ ശരിയായ പെരുമാറ്റം, കൂടുതൽ ശരിയായ ശീലങ്ങൾ, കൂടുതൽ ശരിയായ സ്വഭാവം, ഇങ്ങനെ ഈ അവരുടെ പോസിറ്റീവ് സർക്കിൾ ഇങ്ങനെ വേഗത്തിൽ കറങ്ങിക്കൊണ്ടേയിരിക്കും. സോ അതാണ് ഞാൻ പറഞ്ഞത്. റിയൽ പേഴ്സണാലിറ്റിയിൽ ജീവിക്കുന്ന ഒരാളാണ്
ഞാൻ ഈ പറഞ്ഞത് നാളെ എല്ലാവരും വസ്ത്രം ഉപേക്ഷിച്ച് അർത്ഥനഗ്നനായി മൈലേജ് സ്റ്റൈൽ ബിസിനസ് ചെയ്യാനൊന്നല്ല ഞാൻ പറഞ്ഞു വന്നത്. ഞാൻ പറഞ്ഞത് അതിൽ മാത്രമല്ല കാര്യങ്ങൾ ഇരിക്കുന്നത് എന്നാണ്. നമ്മൾ ഓരോ മേഖലയിലും നിൽക്കുമ്പോൾ ആ മേഖല ആവശ്യപ്പെടുന്ന മാറ്റങ്ങൾക്കെല്ലാം നമ്മൾ തയ്യാറാകണം. പക്ഷെ അതിലുപരി ആസ് എ പേഴ്സൺ മാനസികമായി നമ്മൾ എത്രത്തോളം ഉയരങ്ങളിൽ ചിന്തിക്കുന്നു, എത്രത്തോളം വലിയ രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തി ഇരിക്കും നമ്മുടെ സ്വഭാവം, നമ്മുടെ വ്യക്തിത്വം, നമ്മുടെ സമീപനം ഒക്കെ ഇരിക്കുന്നത് എന്നാണ് പറഞ്ഞു വന്നത്. സോ യുവർ ഹാബിറ്റ്സ് ഇൻഫ്ലുവൻസ് യുവർ ക്യാരക്ടർ. ഞാൻ പറഞ്ഞു നമ്മുടെ ശീലങ്ങൾ നമ്മുടെ സ്വഭാവത്തെ വലിയ രീതിയിൽ സ്വാധീനിക്കും. നമ്മുടെ ശീലങ്ങൾ നമ്മുടെ സ്വഭാവത്തെ വലിയ രീതിയിൽ സ്വാധീനിക്കും. അപ്പോ നമ്മളുടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റിയൽ പേഴ്സണാലിറ്റിയിലേക്ക് നമുക്ക് മാറാൻ നമ്മൾ എന്തൊക്കെയാ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ, ഒന്ന്, നമ്മൾ ആരാണെന്ന് ഐഡന്റിഫൈ യുവർ പേഴ്സണാലിറ്റി. ഞാൻ ഒരു ഇൻഫ്ലേറ്റഡ് പേഴ്സണാലിറ്റി ഉള്ള ഒരാളാണോ? എനിക്ക് ഏതെങ്കിലുമൊക്കെ തരത്തിൽ പുതിയ കാര്യങ്ങൾ പഠിക്കാനോ മറ്റുള്ളവരെ മനസ്സിലാക്കാനോ മറ്റുള്ളവരെ അഡ്മിറ്റ് ചെയ്യാനോ ഒക്കെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ ഇൻഫ്ലേറ്റഡ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങോട്ട് മാറണം? റിയൽ പേഴ്സണാലിറ്റി ആയിട്ട് മാറണ്ടേ? ഇനി എനിക്ക് എന്തെങ്കിലുമൊക്കെ തരത്തിൽ അപകർഷതാബോധം എന്നെ ഭരിക്കുന്നുണ്ടോ? എനിക്ക് എന്തെങ്കിലുമൊക്കെ ഭയങ്ങളുണ്ടോ? എന്നെ കൊണ്ട് അത് പറ്റുമോ ഇത് പറ്റുമോ എന്ന് ചിന്തയുണ്ടോ? അതിലൊന്നും ഒരു കാര്യമില്ലല്ലോ. ഞാൻ അങ്ങോട്ട് മാറണം, റിയൽ പേഴ്സണാലിറ്റിക്ക് മാറണം, വേണ്ടേ? അപ്പോൾ ഐഡന്റിഫൈ യുവർ പേഴ്സണാലിറ്റി. ദെൻ എന്താണ് നമ്മളത് കഴിയുമെങ്കിൽ എഴുതി വെക്കണം. എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? നമുക്ക് എഴുതി വെക്കണം. നമ്മുടെ ചിന്തകൾ എങ്ങനെയൊക്കെയാണെന്നൊക്കെ നമുക്കൊന്ന് എഴുതി വെച്ചിട്ട് നമ്മളൊന്ന് വായിച്ചു, എടാ ശരിയാണല്ലോ, ഞാൻ ഇങ്ങനെ ഒരാളാണല്ലോ, അപ്പൊ എനിക്ക് റിയൽ പേഴ്സണാലിറ്റിയിലേക്ക് മാറിയെങ്കിലല്ലേ കാര്യമുള്ളൂ. അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റണം. എഴുതി വെക്കുന്ന കാര്യങ്ങൾ നമുക്ക് സ്വാഭാവികമായിട്ടും വീണ്ടും അതെടുത്ത് നമ്മളെ തന്നെ വിശകലനം ചെയ്യാൻ നമുക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കും എന്നതാണ് ഞാൻ പറഞ്ഞു വന്ന പോയിന്റ്. അപ്പോൾ നമ്മുടെ ശീലങ്ങൾ നമ്മുടെ സ്വഭാവത്തെ വലുതായിട്ട് സ്വാധീനിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപാട് ശീലങ്ങൾ, അല്ലെ, നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കാൻ, കുറെ കാര്യങ്ങൾ നമ്മൾ മാറാൻ തയ്യാറായാൽ മതി. മാറാൻ തയ്യാറാവുക എന്ന് പറഞ്ഞാൽ കുറെ കാര്യങ്ങൾ നമ്മൾ പുതുതായി പഠിക്കാൻ തയ്യാറായാൽ മതി. നമ്മുടെ ശീലങ്ങൾ കുറെ ചേഞ്ച് ചെയ്താൽ മതി. കുറെ കാര്യങ്ങളെ ശീലമാക്കി മാറ്റിയാൽ മതി, അല്ലെ? തുടർച്ചയായി ഏതൊരു കാര്യവും ഒരു 20 ദിവസം ചെയ്താൽ അത് ശീലമാകും എന്നുള്ളത് ശാസ്ത്രം പറയുന്ന കാര്യമാണ്. നമ്മളത് ജീവിതത്തിൽ പല കാര്യങ്ങളും പഠിച്ചിട്ടുള്ളതുമാണ്. അപ്പോൾ കുറെ പുതിയ കാര്യങ്ങളെ നമ്മൾ പഠിക്കാൻ തയ്യാറായാൽ മാത്രം പോരെ, മതി. അപ്പോൾ കുറെ പാഠങ്ങൾ, കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കും. ലേൺ ടു ടേക്ക് റെസ്പോൺസിബിലിറ്റീസ്. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ നമ്മൾ പഠിക്കാൻ തയ്യാറാകുക. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ നമ്മൾ പഠിക്കുക. പിന്നെന്താ, മറ്റുള്ള ആൾക്കാരുടെ ഇതൊക്കെ നമ്മളിൽ പലരും ചെയ്യുന്നതായിരിക്കാം, ഞാൻ ജസ്റ്റ് ആവർത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മറ്റുള്ള ആൾക്കാരുടെ പോസിറ്റീവായ പ്രത്യേകതകളെ നമ്മൾ അഡ്മിറ്റ് ചെയ്യാൻ, നമ്മൾ അംഗീകരിക്കാൻ പഠിക്കുക. വെല്ലുവിളികളെ ഏറ്റെടുക്കാൻ പഠിക്കുക. വാക്ക് പാലിക്കാൻ പഠിക്കുക. നമ്മൾ മറ്റുള്ള ആൾക്കാരുടെ വിമർശനങ്ങളെ നമ്മൾ സ്വീകരിക്കാൻ പഠിക്കുക. ചലഞ്ചസ്, വെല്ലുവിളികൾ, ഞാൻ പറഞ്ഞു, വെല്ലുവിളികളെ നേരിടാൻ പഠിക്കുക. നമ്മുടെ സമയത്തെ നന്നായി മാനേജ് ചെയ്യാൻ പഠിക്കുക. ഒരാളുടെ ഏറ്റവും വിലയുള്ള കാര്യം നമ്മുടെ സമയമാണ്. ഞാൻ മൈലേജ് സ്റ്റൈൽ ബിസിനസ് തുടങ്ങിയിട്ട് 5 വർഷമായി സാറേ, എന്നിട്ട് എങ്ങനെയുണ്ട്? ഓ, വലിയ മാറ്റമൊന്നുമില്ല. അതെന്താ മാറ്റമില്ലാത്ത? അത് പിന്നെ എന്താണ് നമ്മൾ ചെയ്തത്, അല്ലെ? നമ്മൾ എപ്പോ വന്നു എന്നുള്ളതല്ല, വന്നത് മുതൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയ പോയിന്റ് ആണ്. എപ്പോ വന്നു എന്നതിലല്ല, വന്നത് മുതൽ നമ്മൾ എന്ത് ചെയ്തു എന്നതിലാണ് കാര്യം എന്ന് നമ്മൾ ചിന്തിക്കുക. ഈ ബിസിനസ്സിൽ വിജയിക്കാൻ ഒരു വ്യക്തിക്ക് വേണ്ട ആവശ്യം കാര്യങ്ങളുണ്ട്. അത് കൃത്യമായി ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണോ നമ്മൾ? വിജയിച്ച വ്യക്തികൾ പിന്തുടരുന്ന കാര്യങ്ങളെ കൃത്യമായി അനുവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മളെങ്കിൽ നമുക്ക് വലിയ രീതിയിൽ വിജയിക്കാൻ കഴിയും. മറിച്ച് അതൊന്നും ചെയ്യാണ്ട് നമ്മൾ മൈ ലൈഫ് സ്റ്റൈൽ ബിസിനസ്സിൽ ഞാൻ 5 വർഷമായി, 6 വർഷമായി, 7 വർഷമായി എന്ന് പറയുമ്പോൾ ഒന്നും ചെയ്യാതെ, അല്ലെങ്കിൽ ഒന്നും ചെയ്യുന്നില്ല എന്നല്ല, ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യേണ്ട രീതിയിൽ, ചെയ്യേണ്ടതുപോലെ, ചെയ്യേണ്ട സമയത്ത് നമ്മൾ ചെയ്യാത്തിടത്തോളം നമ്മൾ എത്ര നാൾ ഇതിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ചെയ്യാനാണ് നമ്മൾ ഇനിയും ഇരിക്കുന്നത് എങ്കിൽ ഒരിക്കലും അത് ചെയ്യരുത്. ബെറ്റർ ടു ക്വിറ്റ്. എത്രയും പെട്ടെന്ന് അത് നമ്മൾ നിർത്തുക എന്നതാണ്. നമ്മൾ ഇതുവരെ ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് ഒന്നും ഇല്ല എങ്കിൽ, ഇതുവരെ ചെയ്തതുപോലെ തന്നെ ഞാൻ ഇനിയും ചെയ്യത്തുള്ളൂ എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ, നമ്മുടെ സമയം വിലപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കി വേണ്ട കാര്യം ചെയ്യുക. ഒന്നുകിൽ നമ്മൾ പുതിയ രീതിയിൽ, അല്ലെങ്കിൽ എന്താണ് വിജയിച്ച ആൾക്കാർ പറഞ്ഞത് ആ പറഞ്ഞ രീതിയിൽ, മെച്ചപ്പെട്ട രീതിയിൽ നമ്മൾ പ്രവർത്തിച്ചാൽ നമുക്ക് വിജയത്തിലേക്ക് എത്താം. അതൊന്നും പറ്റില്ല, ഞാൻ നേരത്തെ പറഞ്ഞു, ഇൻഫ്ലേറ്റഡ് പേഴ്സണാലിറ്റി, ഞാനൊന്നും പഠിക്കത്തുമില്ല, എനിക്കൊട്ട് ആരൊന്നും പറഞ്ഞും തരണ്ട, ഞാനൊന്നും ഒട്ട് കേൾക്കത്തുമില്ല, എനിക്കറിയുന്നത് പോലെ, എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാനിത് ചെയ്യും എന്നാണ് എങ്കിൽ സമയത്തിന് വിലയുണ്ട് എന്ന് മാത്രം നമ്മൾ ഓർക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വിലയിട്ട് തന്നിരിക്കുന്ന ദൈവം വിലയിട്ട് തന്നിരിക്കുന്ന ഏക കാര്യം നിങ്ങളുടെ സമയമാണ്, അല്ലെ? നമ്മുടെ ടൈമാണ് ഏറ്റവും വിലയുള്ള കാര്യമാണ്.
പണം ഒക്കെ മനുഷ്യൻ വന്നതിന് ശേഷം കണ്ടുപിടിച്ച, പക്ഷെ സമയത്തിന് ഒരുപാട് വിലയുണ്ട്. പോയ സമയം നമുക്ക് തിരിച്ച് കിട്ടത്തില്ല എന്നതാണ് സത്യം. അപ്പോൾ ലേൺ ടു മാനേജ് യുവർ മണി. അത് കഴിഞ്ഞാൽ പിന്നെന്താ? പണം. പണത്തിന് നമുക്ക് നമ്മുടെ കയ്യിലുള്ള പണത്തിന് നല്ല വാല്യൂ ഉണ്ട്. അതിനെ നമ്മൾ മാനിച്ചേ മതിയാകൂ. എന്താണ് കാരണം? സാമ്പത്തിക അച്ചടക്കം വളരെ പ്രധാനമാണ്. നമ്മൾ എത്ര സമ്പാദിച്ചു, എത്ര കിട്ടി എന്നതിലല്ല, നമ്മൾക്ക് എത്ര കിട്ടി എന്നതിനേക്കാൾ ഇപ്പോ എത്ര ഉണ്ട് എന്നതിലാണ് കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ എപ്പോ വന്നു എന്നുള്ളതല്ല, വന്നു തൊട്ട് എന്തു ചെയ്തു എന്നുള്ളതാണ് കാര്യം. അതുപോലെ തന്നെ ഒരു പോയിന്റ് ആണ്, നിങ്ങൾ എപ്പോ എത്ര നിങ്ങൾ വാങ്ങി എന്നതിലല്ല, ഇപ്പോ എത്ര കയ്യിലുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ എപ്പോഴും സാമ്പത്തിക സാക്ഷരത അല്ലെങ്കിൽ സാമ്പത്തിക അച്ചടക്കം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ലേൺ ടു മാനേജ് യുവർ മണി നമ്മുടെ സ്വഭാവത്തിന്റെ ഭാഗമാകേണ്ട ഒരു കാര്യമാണ്. സാമ്പത്തിക അച്ചടക്കം ഇല്ലാത്ത ഒരാള്, കിട്ടുന്ന പൈസ മൊത്തം അടിച്ചു പൊളിച്ച് കളയുന്ന ഒരാള് സ്വാഭാവികമായിട്ടും ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടും. അയാളുടെ കൂടെ ഉള്ളവരെയും അയാൾ ബുദ്ധിമുട്ടിക്കും. ശരിയല്ലേ? അപ്പോൾ അതും നമ്മുടെ സ്വഭാവത്തിന്റെ ഭാഗമാണ്. നമ്മുടെ കൂടെ കുടിയേറുന്ന ഒരു കാര്യമാണ് ഈ സ്വഭാവം. അപ്പോ സ്പെൻഡ് വൈസ്ലി നമ്മൾ പറയും, ബുദ്ധിപൂർവ്വം ചെലവാക്കുക. ചില ആൾക്കാർ അതുപോലെ തന്നെ ടേക്ക് ദ റിസ്ക്, ലേൺ ടു ടേക്ക് റിസ്ക് എന്ന് പറയും. ലേൺ ടു ടേക്ക് റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? റിസ്ക് എടുക്കാൻ പഠിക്കണം. ചിലരുണ്ട് റിസ്ക് എടുക്കത്തില്ല, സേഫ് മോഡിലാണ്. എന്റെ അമ്മ എന്നെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, മോനെ ഒരിക്കലും നീ കടത്തെ ഭയക്കരുത്, പക്ഷെ കടത്തെ മാനിക്കണം. കടത്തെ ഭയക്കരുതെന്ന് പറഞ്ഞാൽ എന്തോ? നീ കടം പേടിക്കുകയാണ്, നീ നാടൊട്ട് കടം മേടിച്ചോളൂ എന്നാണ് അർത്ഥം. അല്ല, കടത്തെ മാനിക്കണം. കടത്തെ ഭയന്നാലുള്ള കുഴപ്പം എന്താ? നമുക്ക് ഒരു കാര്യം പുതുതായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. ആരോടും ഞാൻ ഒന്നും കടം മേടിക്കത്തില്ല എന്ന് പറഞ്ഞാൽ, ആസ് എ സോഷ്യൽ ബീയിങ്, ഒരു സാമൂഹിക ജീവി എന്ന രീതിയിൽ നമുക്ക് അതൊക്കെ ആവശ്യമായി വന്നേക്കാം. പുതുതായിട്ട് ഒന്നും ചെയ്യാൻ നമുക്ക് തോന്നത്തില്ല. അപ്പോൾ ഈ ലോകത്ത് ഈ കണ്ട ആൾക്കാരെല്ലാവരും കടമൊന്നും മേടിക്കാതെയാണോ? ബാങ്കിൽ നിന്ന് ഞാൻ ലോൺ എടുക്കത്തില്ല. കാര്യം എന്താ? ലോൺ എടുക്കാതിരുന്ന അത്ര നല്ലതല്ലേ? ശരിയാ. ഇപ്പൊ കയ്യിലുള്ളതും കൊണ്ട് ഒതുങ്ങി കൂടി അങ്ങ് പോയാൽ സേഫ് ആയിട്ട് ഇരിക്കുക. പക്ഷെ ജീവിതത്തിൽ വിജയിക്കേണ്ട ആള് സാമ്പത്തികമായിട്ട്, ലോണിന്റെ കാര്യം എന്തോ ആയിക്കോട്ടെ, റിസ്ക് എടുക്കാൻ മടിയില്ലാത്ത ഒരാളായിരിക്കണം. പക്ഷെ വേറൊരു കാര്യമുണ്ട്, റിസ്ക് എടുക്കാൻ മടിയില്ല എന്ന് മാത്രമല്ല, ഒന്നും ചെയ്യത്തുമില്ല എങ്കിൽ ഒന്നും എന്താ പറയാ, കടം എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ ഒരു മടിയനാണ് എങ്കിൽ, നിങ്ങൾക്കൊരു കാഴ്ചപ്പാടില്ല എങ്കിൽ, നിങ്ങൾ ഒന്നും പുതുതായി ചെയ്യാനോ നേടാനോ ഒരാഗ്രഹവും നിങ്ങളുടെ ഉള്ളിൽ ഇല്ലെങ്കിൽ, നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല എന്നതാണ് സത്യം. മറിച്ച് നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കണം എന്നുണ്ടെങ്കിൽ റിസ്ക് എടുക്കാൻ മടിയില്ലാത്ത ഒരാളായിരിക്കും.